So let's go in 3, 2, 1, go. Out. Only 2 times. Stop you. 2 times. Stop. അല്ല ഒരു മിനിറ്റ് ഇത് Illa, കഴിഞ്ഞു. Her chance is over. As you move outside, your time is gone. Okay. ഇങ്ങോട്ട് വരാം. ജഡ്ജസ് അനുസി എന്താ സംഭവിച്ചത്? 2 പ്രാവശ്യം ഞെക്കണമെന്നൊരു ആഗ്രഹം ആഗ്രഹം ഉണ്ടായതല്ലേ, പെട്ടെന്ന് ഇതായി പോയതല്ല. ഞാൻ ഓർത്ത് ഇങ്ങനെ ഓരോന്നായിട്ടാണ് ഇത് ഞെക്കണ്ടേന്ന് ഓർത്തതാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ല. എത്ര സമയം നിങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നു ടാഷി? നിങ്ങൾക്ക് ക്യാപ്റ്റൻ ഏകദേശം ഒരു 90 സെക്കൻഡ്സിന് മേളിൽ. അവിടെ നിൽക്കുമ്പോ എന്തോരം ദൈർഘ്യമാണ് സമയം. ടാഷി മുന്നോട്ട് വരൂ, നോക്കൂ, എന്നിട്ട് ഒച്ചയെ പറയൂ എത്രയാണ് നിങ്ങളുടെ സെക്കൻഡ്സ്. 44.75. ഈ ഗെയിമിൽ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, ടീമിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്. സോ ഒരാൾ നശിപ്പിച്ചാൽ ബാക്കിയുള്ളവരുടെ നശിക്കുകയാണ്. എത്ര പ്ലാൻ ഇട്ടാലും നമുക്ക് നോക്കാം അടുത്ത ടീംസ് ഒക്കെ എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഈ സെയിം ഗെയിം അടുത്ത ടീമിനെ കൊണ്ട് കളിപ്പിച്ച് നോക്കാം. പ്ലീസ് കം. ആൻഡ് പ്രീവിയസ്ലി കളിച്ച ആ ഒരു ടീമിനെ പറ്റിയ അബദ്ധവും മനസ്സിലായല്ലോ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കളിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിൽക്കാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ. സോ 3, 2, 1 ബസർ. സ്റ്റോപ്പ് ചെയ്യൂ. ബാക്കി പോ. ആക്ച്വലി റണ്ണിങ്ങിലാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അത് മാത്രം പറയുന്നു. ഇനി ബാക്കിയുള്ള സമയം കൃത്യമായിട്ട് റീഡ് ചെയ്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചോളൂ. Stop you. You can go back. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരൂ, എല്ലാരും തിരിച്ചു വരും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്താണ് പ്രണവ്? മാം, ഫസ്റ്റ് ടാപ്പ് ചെയ്തപ്പോ ആ സൗണ്ട് കേട്ടില്ല, അതിൽ ലൈറ്റും കത്തിയില്ല. ഞാൻ ആക്ച്വലി ചെയ്തായിരുന്നു, പക്ഷെ അതിൽ ലൈറ്റും കത്തിയിട്ടില്ല, സൗണ്ട് കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ എഗെയിൻ പ്രസ് ചെയ്തു. അതൊരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് പ്രസ് ചെയ്ത ആദ്യമേ പ്രസ് ചെയ്തത് റണ്ണാവാൻ തുടങ്ങി. അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദിസ്. ഇപ്പൊ ചെയ്തത് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ആണ്. 42.62 ആണ് നിങ്ങളുടെ സെക്കൻഡ്സ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഈ ഒരു ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ മനസ്സിലായല്ലോ, പഴുത്തല വീഴുമ്പം ചിരിക്കരുത് പച്ചലകളെ.